കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷനാണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പാസ്റ്റ് 5 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലാണ് നമ്മൾ ഇന്നിവിടെ ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ BCOLA 138 നമ്മുടെ UGയുടെ കോമൺ പേപ്പറായ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ് അല്ലെ. നമ്മൾ ലേൺവൈസിന്റെ റിപ്പോർട്ട് ക്ലാസ് കണ്ടു, അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തവരും എക്സാം സ്പെഷ്യൽ ലൈവ് റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരും ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ PDF നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ച് എല്ലാം ഫുൾ പവർ പാക്ക് ആയിട്ട് ഒരു പ്രിപ്പയർഡ് വേർഷൻ ആയിട്ട് ഇരിക്കുന്നവരാണ്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇനിയും കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഏത് ബ്ലോക്കിനാണ്, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ്, അതുപോലെ തന്നെ ഈ 5 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, ഇങ്ങനെയുള്ളതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കൊരു 1 മിനിറ്റ് ലാസ്റ്റ് 1 മിനിറ്റ് റിവിഷൻ എന്ന് പറയുന്നത് പോലെ ഒരു റിവിഷൻ ആണ് നമുക്കിനി വേണ്ടത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്, ഒരു ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ സെഷനിലൂടെ നോക്കുന്നത്. അതിന്റെ ഒരു റോഡ് മാപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കരിക്കുലം അലൈൻമെന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ, അതായത് ഈ ഒരു സബ്ജക്റ്റിന്റെ എത്രമാത്രമാണ് അതിന്റെ ഒരു അലൈൻമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് 3 hours ആണ് എക്സാം വരുന്നത്, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഒരു ഡെഫിനിഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനിഷൻസ് മാത്രം എഴുതിയാൽ മതിയോ, അതിന്റെ കൂടെ എന്തെങ്കിലും വേറെ എഴുതാനുണ്ടോ? അതുപോലെ തന്നെ ഡിഫറൻസസ് ചോദിക്കുകയാണെങ്കിൽ ഒരു 10 മാർക്കിന് അല്ലെങ്കിൽ ഒരു 20 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് റിപ്പീറ്റഡ്ലി പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് ലെറ്റേഴ്സ് ചില സമയം ഒരു 5 ടൈംസ് ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതുപോലെ തന്നെ റിപ്പോർട്ട്സ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രമാത്രം നമുക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി, അതായത് ഡിസംബർ എക്സാമിന് മേ ബി പ്രോബബിലിറ്റി, അതായത് വരാനുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ഒരു പ്രൊഡിക്ഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും അവസാനം ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വരാൻ പോകുന്ന എക്സാം മേ ബി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാതിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സും നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ലേൺവൈസിന്റെ ലേണേഴ്സിന് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, നമ്മൾ എങ്ങനെയാണ് എക്സാം അപ്പിയർ ചെയ്യേണ്ടത്, നമ്മൾ പോയിന്റ് വൈസ് ആണോ എഴുതേണ്ടത്, പാരഗ്രാഫ് ആണോ എഴുതേണ്ടത്, ഷോർട്ട് നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, ഈ 5 ഇയേഴ്സ് ആയിട്ട് എങ്ങനെയാണ് ഓരോ ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് പാസ്റ്റ് 5 ഇയേഴ്സിൽ, അതായത് ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് സിലബസ് മാപ്പിംഗിലോട്ടാണ്. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബ്ലോക്ക്, അതുപോലെ തന്നെ യൂണിറ്റ്, ആ യൂണിറ്റിൽ ഓരോ ടോപ്പിക്കും എത്രമാത്രം റിലവൻസ് ഉണ്ട്, അതായത് എത്രമാത്രം അപ്പിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ 5 ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ 5 ഇയേഴ്സിൽ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ടോപ്പിക്ക് നമുക്ക് കൂടുതൽ തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എങ്ങനെയാണ്, അതായത് ഹൈ റിലവൻസ് ആണോ, മീഡിയം ആണോ, ലോ ആണോ എന്നിങ്ങനെയുള്ളതുമാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് ബാരിയേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് 12 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, ഹൈ റിലവൻസ് ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ
പോസ്റ്റേഴ്സ്, ജസ്റ്റേഴ്സ് ആൻഡ് കൈനസസ് 10 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് ഹൈ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 കോൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 8 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 പർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. മീഡിയം റിലവൻസ് ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 5 ചാനൽസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് കമ്മ്യൂണിക്കേഷൻ 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോർമാറ്റ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് 11 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഹൈ റിലവൻസ് ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 7 ലെറ്റർ ഡ്രാഫ്റ്റിംഗ്, എൻക്വയറീസ്, കംപ്ലൈന്റ്സ്, ഏജൻസി, ബാങ്കിങ് 14 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് ഹൈ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 8 പബ്ലിക് റിലേഷൻസ്, പോസ്റ്റൽ സർവീസസ് 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. മീഡിയം ആണ് റിലവൻസ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 9 മീറ്റിംഗ്, നോട്ടീസ്, അജണ്ട, ചെയർമാൻസ് ഡ്യൂട്ടീസ് 8 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 10 മിനിറ്റ്സ്, റെസൊല്യൂഷൻസ് ആൻഡ് വോട്ടിംഗ് 6 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 11 മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് 10 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഹൈ റിലവൻസ് ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 12 പ്രോസസ് ഓഫ് റൈറ്റിംഗ് റിപ്പോർട്ട്സ് 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 13 പ്രിസൈസ് റൈറ്റിംഗ്, സ്റ്റെപ്സ് ആൻഡ് ചാലഞ്ചസ് 12 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഹൈ റിലവൻസ് ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 14 to 17 വൊക്കാബുലറി, അതിൽ തന്നെ ടേംസ്, കൺഫ്യൂസ്ഡ് ഓർ മിസ് സ്പെൽഡ് വേർഡ്സ് 4 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ലോ ആണ് റിലവൻസ്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 18 കോൺഫറൻസിംഗ്, വോയിസ്, വീഡിയോ, വോയിസ് മെയിൽ 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 19 ജോബ് മാർക്കറ്റ് പ്രിപ്പറേഷൻ ആൻഡ് സി വി ഇന്റർവ്യൂ 8 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് റിലവൻസ് മീഡിയം ആണ്. ഇതെല്ലാം നമ്മൾ സ്കോറിംഗ് റൂൾസ് നോക്കുകയാണെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് വരുന്നതെങ്കിൽ അത് ഹൈ കാറ്റഗറിയിലും, അതുപോലെ തന്നെ 5 to 9 ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മീഡിയം, അതുപോലെ തന്നെ ലെസ് ദാൻ 5 ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോയും ആണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ വന്ന ബ്ലോക്ക് ഏതാണ്, ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്ത യൂണിറ്റ് ഏതാണ്, അതുപോലെ തന്നെ എത്ര ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ഈ പാസ്റ്റ് 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലോക്ക് 2 തന്നെയാണ്. അത് കഴിഞ്ഞാൽ ബ്ലോക്ക് 1, പിന്നെ വരുന്നത് ബ്ലോക്ക് 3, പിന്നെ വരുന്നത് ബ്ലോക്ക് 5, പിന്നെ വരുന്നത് ബ്ലോക്ക് 4 അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞതിന്റെ തന്നെ, അതായത് ആ യൂണിറ്റിന്റെയും ടോപ്പിക്കിന്റെയും എത്രമാത്രം അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഹൈ ഈ ടോപ്പിക് ഏതാണ്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ടോപ്പ് 3 ടോപ്പിക് ഏതാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് കറസ്പോണ്ടൻസ്, അതായത് യൂണിറ്റ് 6 to 7 എന്ന് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബിസിനസ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത്, അതായത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെന്റൽസ് ആൻഡ് ബാരിയേഴ്സ്, അതായത് യൂണിറ്റ് 1 to 2 എന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഈ 3 ടോപ്പിക്ക് നമ്മൾ നോക്കുക. ആൻഡ് തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രിസൈസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് യൂണിറ്റ് 11 to 13 എന്നാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഏറ്റവും കൂടുതലായിട്ട് കവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞവരാണ്, ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ 3 ടോപ്പിക്കും എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നോക്കുക. അതായത് നമുക്ക് ബ്ലോക്ക് 1 മുതൽ ബ്ലോക്ക് 3 വരെയുള്ളതിൽ 70% ഓഫ് പേപ്പർ വെയിറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 3 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, 3 ക്വസ്റ്റ്യൻസ് എന്നല്ല 3 ടോപ്പിക്കും നമ്മൾ ഹൈ റിലവൻസിൽ തന്നെ നോക്കി പഠിച്ചു പോവുക. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ളതാണ്. അതായത് എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു 20 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 15 മാർക്കിന്റെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അപ്പിയർ ചെയ്യണം, അതുപോലെ തന്നെ എത്ര വേർഡ്സ് നമ്മൾ എഴുതണം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിപ്പോൾ ഒരു എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തിന് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ബാരിയേഴ്സ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ എന്ന രീതിയിൽ വേണം നമ്മൾ ഒരു എസ്സേ എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളൊരു ക്രിട്ടിക്കൽ എക്സ്പ്ലനേഷനും അതിൽ കൊടുത്തിട്ടുണ്ടാവണം. അതൊരു 15 to 20 മാർക്ക് റേഞ്ചിലാണ് വരുന്നത് എങ്കിൽ അതെന്ന് വെച്ചാൽ നമ്മൾ 350 to 500 വേർഡ്സിനുള്ളിലായിരിക്കണം നമ്മൾ എഴുതുന്നത്. ആ ഒരു എസ്സേ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നമ്മളൊരു 350 to 500 വേർഡ്സിനുള്ളിൽ മാക്സിമം എഴുതാൻ നോക്കണം.
ഇനി നമുക്ക് വരുന്നത് ഒരു ലെറ്റർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ റൈറ്റിംഗ്സ് ആണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നല്ല സ്ട്രക്ചർ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ ആ സ്ട്രക്ചർ വരച്ച് തന്നെ കറക്റ്റ് എഴുതി വെക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൽ നമ്മുടെ ബിസിനസ് കറസ്പോണ്ടൻസ് സ്കില്ലാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 10 to 20 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻസ്, ലെറ്റർ ഓർ അപ്ലിക്കേഷൻ റൈറ്റിംഗ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മളൊരു 150 to 250 വേർഡ്സിൽ എന്ത് ചെയ്തിരിക്കണം, ആ ഒരു ലെറ്റർ റൈറ്റിംഗ് അപ്ലിക്കേഷൻ റൈറ്റിംഗ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് ഡെഫിനിഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള രൂപത്തിൽ ആ ഷോർട്ട് നോട്ടും ഡെഫിനിഷൻസും കൊടുത്തതിന് ശേഷം കുറച്ച് എക്സാമ്പിൾസ് കൂടി എന്ത് ചെയ്യുക, കോട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ഷോർട്ട് നോട്ട് 5 to 10 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ 100 to 150 വേർഡ്സിലായിരിക്കണം ആ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രിസൈസ് റൈറ്റിംഗ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇതിൽ നമ്മുടെ സമ്മറൈസേഷൻ സ്കില്ല്, അനലറ്റിക്കൽ സ്കില്ല്, അതുപോലെ തന്നെ നമ്മുടെ ലോജിക്കൽ സ്കില്ലൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. ഒരു 10 to 50 മാർക്കിനായിരിക്കാം മേ ബി ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 200 to 300 വേർഡ്സിനുള്ളിലായിരിക്കണം ആ റിപ്പോർട്ട് റൈറ്റിംഗ് ആയാലും പ്രിസൈസ് റൈറ്റിംഗ് ആയാലും നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ ഇനി പ്രാക്ടിക്കൽ ടാസ്ക് അല്ലെങ്കിൽ ഒരു CV ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഫോർമാറ്റ് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അതായത് നമുക്കിപ്പം ഒരു CV അല്ലെങ്കിൽ നോട്ടീസ് അല്ലെങ്കിൽ മിനിറ്റ്സ് ഇതൊക്കെ തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ അതൊരു 5 to 10 മാർക്കിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയാണോ അതിന്റെ സ്ട്രക്ചർ, അതായത് ആ ഒരു മാർക്ക് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സ്ട്രക്ചർ ഫോർമാറ്റ് അത് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. നമ്മളൊരു CV എഴുതുമ്പോഴുള്ള ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മിനിറ്റ്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ അപ്പം എന്ത് ചെയ്യുക, ആ ഒരു സ്ട്രക്ചർ ഫോർമാറ്റിൽ വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ടെർമിനോളജി അങ്ങനെ എന്തെങ്കിലും ഒരു ഫേസസ് ഓർ ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വൊക്കാബുലറി ടേംസ് എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു 2 to 5 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ നമ്മളൊരു ഷോർട്ട് റെസ്പോൺസ് കൊടുത്താൽ മതി അവിടെ. അതായത് ചെറിയ രീതിയിൽ ഒരു കുറച്ച് ചെറിയൊരു വേർഡ്സിൽ ഒരു ഷോർട്ടായിട്ട്, വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മൾ അവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് വരുന്ന ഒരു ടോപ്പ് 4 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ്സേ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ, അതായത് ഒരു 40 to 45 മാർക്ക് പെർ പേപ്പർ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാരിറ്റി കൊടുക്കുക. ആദ്യം ഒരു ഇന്റർപ്രിട്ടേഷൻ, അതായത് നമ്മൾ എഴുതുമ്പോൾ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അതിനൊരു ബോഡി പാർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു കൺക്ലൂഷൻ, അതായത് ഒരു ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണെങ്കിലും ബാരിയേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇപ്പൊ ബാരിയേഴ്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഏതാണ് എന്നുള്ളത് തന്നെ എന്ത് ചെയ്യുക, ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത് തന്നെ ഓരോന്നും എഴുതാൻ നോക്കുക. അതായത് കാണുന്നവർക്ക് അത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് തോന്നണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തൊക്കെ ഡെഫിനിഷൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസും ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഇങ്ങനെയൊക്കെ എഴുതി അത്രയും നീറ്റായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാം. പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 350 to 500 വേർഡ്സിനുള്ളിൽ വേണം അത് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ലെറ്റർ ഓർ അപ്ലിക്കേഷൻ റൈറ്റിംഗ് ആണെങ്കിൽ, അതായത് ഒരു 25 to 30 മാർക്ക് പെർ പേപ്പർ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിന്റെ ഒരു ലേ ഔട്ട് നമുക്ക് വരച്ചു വെച്ചിട്ടുണ്ടാവണം. അതായത് ലെറ്റർ റൈറ്റിംഗിന്റെ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ലേ ഔട്ടും കാര്യങ്ങളും നോക്കുക. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ലോജിക്കൽ സ്കില്ലും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആക്യുറസി, നമ്മൾ എത്രമാത്രം ഇതിനെ അപ്പിയർ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇതൊരു 150 to 250 വേർഡ്സിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി ആണ് ഇതിലൂടെ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്രയും എന്ത് ചെയ്യുക, ഒരു വിഷ്വലൈസേഷനിലൂടെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ലെറ്റർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ റൈറ്റിംഗ് എഴുതുന്ന സമയത്ത്. ഒരു 150 to 250 വേർഡ്സിൽ എഴുതാം. അതുപോലെ തന്നെ ചില സമയത്ത് ഇതിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സബ് പാർട്സ് ഉണ്ടാവും. ആ സബ് പാർട്സിന്, അതായത് എ പാർട്ട് ബി പാർട്ട് എന്ന് പറഞ്ഞിട്ട് അതിന് എന്തായിരിക്കും, ചില സമയത്ത് 10 മാർക്ക് ആയിരിക്കും ഈച്ച്, അതായത് ഈച്ച് ക്വസ്റ്റ്യൻസിന് സബ് പാർട്ടിന് 10 മാർക്ക് ആയിരിക്കും വരുന്നത്. മേ ബി 2 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കാം വരുന്നത് ലെറ്റർ ഓർ അപ്ലിക്കേഷൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ, അതായത് 20 to 25 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ, ഇപ്പൊ പേപ്പറാണ് 20 to 25 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വരികയാണെങ്കിൽ ഷോർട്ട് നോട്ട് ഒരു 4 എണ്ണം ഷോർട്ട് നോട്ട് തരും. അതിൽ എനി ഓഫ് ദ 2 ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും 2 എണ്ണം മാത്രമേ നമുക്ക് എഴുതേണ്ടതുള്ളൂ. അപ്പൊ അത് നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ അതിന്റെ ഡെഫിനിഷൻസ് കോട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, നമുക്ക് അതിന്റെ എക്സാമ്പിൾസും കൂടി കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ, ആ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രിസൈസ് റൈറ്റിംഗ് ഒരു 10 to 15 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ ഇതും നമ്മൾ മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്യേണ്ടത് അത് എന്തായിരിക്കണം, ആ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രിസൈസ് എഴുതുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി, അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്ടിവിറ്റി എന്താണ്, അതിന്റെ ലോജിക്കൽ ഫ്ലോ എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ വേണം നമ്മളത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഈ റിപ്പോർട്ട് ഓർ പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു 200 to 300 വേർഡ്സിലായിരിക്കണം നമ്മൾ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രിസൈസ് റൈറ്റിംഗ് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ പാസ്റ്റ് 5 ഇയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് 1 കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത് 22, ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഓഫ് 100 മാർക്ക് നോക്കുകയാണെങ്കിൽ 22% ആണ്. ദെൻ ബ്ലോക്ക് 2 ബിസിനസ് കറസ്പോണ്ടൻസ് 28 ആണ് ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത്. അതിന്റെ ടോട്ടൽ പെർസെൻറ്റേജ് 28%. ദെൻ ബ്ലോക്ക് 3 റിപ്പോർട്ട് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ് 18 ആണ് ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ 18% ആണ്. ദെൻ ബ്ലോക്ക് 4 വൊക്കാബുലറി ആൻഡ് ബിസിനസ് ടേംസ്, അതും 7 ആണ് ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത്. ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ എന്ന് പറയുന്നതും 7% ആണ്. ദെൻ ബ്ലോക്ക് 5 കോൺഫറൻസിംഗ് ആൻഡ് ജോബ് മാർക്കറ്റ്, ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത് 25 ആണ്. ടോട്ടൽ പെർസെൻറ്റേജ് 25% ആണ്. നമ്മുടെ ഈ ബ്ലോക്ക് 5 അതായത് ബ്ലോക്ക് 1 to 5 വരെയുള്ള ആവറേജ് മാർക്ക് പെർ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ വരുന്നത് 100ഉം അത് പെർസെൻറ്റേജിലേക്ക് ആവുന്ന സമയത്തും 100% ആണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത് എങ്ങനെയാണ് മാർക്ക്, അതായത് 1 to 5 വരെയുള്ള ബ്ലോക്കിൽ എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് പാസ്റ്റ് 5 ഇയേഴ്സിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. അതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ്, എസ്സേ, അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ്, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്, റിപ്പോർട്ട്, ഇതൊക്കെ എത്രമാത്രം നമുക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് പാറ്റേൺ ഹൈലൈറ്റ് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു ലെക്ചർ അല്ലെങ്കിൽ CV ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അതായത് 25% മുതൽ ഒരു 29% വരെ, അതായത് 25ൽ നിന്ന് ഇപ്പൊ എത്ര എത്തിയിട്ടുണ്ട്, 29% വരെ നമുക്ക് ചോദിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എസ്സേ എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ എസ്സേ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഫോർമാറ്റിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമുക്കിപ്പോൾ ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 40% ആണ്, അപ്രോക്സിമേറ്റ്ലി 40% ആണ് അതിന്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ടും, അതും നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ 3 to 5% ആയിട്ടുണ്ട്. ഈ 2022 3ൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 5% ആയിട്ട് അതിന്റെ ഒരു ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ലെക്ചർ അതുപോലെ തന്നെ CV ബേസ്ഡ് ക്വസ്റ്റ്യൻസും എസ്സേ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് നോട്ടും ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിക്കുന്നതിന്റെ ഒരു ഗ്രാഫ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ നോക്കുക. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ 3 hours നമ്മൾ എങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഒരു പ്രിപ്പറേഷൻ ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആദ്യം പാനിക് ആവരുത്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ 1, 2, 3 തവണ എന്ത് ചെയ്യാം, അത് വായിക്കാം. നമുക്കിപ്പം ഒരു എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് 40% നമുക്ക് വരുന്നത് എസ്സേ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് തന്നെയാണ്. അതിനൊരു 75 മിനിറ്റ്, അതായത് 2 ലോങ് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 75 മിനിറ്റ്സ് എന്ത് ചെയ്യുക, അലോട്ട് ചെയ്ത് വെക്കാം. വിത്ത് സ്ട്രക്ചർ, ഹെഡിങ്, സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് വേണം. അതായത് ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ, ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ ഒരു ഹെഡിങ്, സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്തു വേണം നമ്മൾ എന്ത് ചെയ്യണം, ഈ എസ്സേ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലെക്ചർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ റൈറ്റിംഗ് ഒരു 30% ആണ് അതിന്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. നമുക്കൊരു 55 മിനിറ്റ് എന്ത് ചെയ്യാം, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അലോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ലെറ്റർ അല്ലെങ്കിൽ പ്രിസൈസ് റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ആയിട്ട് അതിന്റെ ആ ഒരു ലേഔട്ടിൽ തന്നെ എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഒരു ഷോർട്ട് നോട്ട് വരികയാണെങ്കിൽ, അതായത് ഒരു 20% നമുക്ക് ഷോർട്ട് നോട്ടാണ് വെയിറ്റേജ്, ഒരു 35 മിനിറ്റ് എന്ത് ചെയ്യാം, നമ്മൾ അലോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ 4 or 5 സെന്റൻസിൽ എഴുതുന്ന രീതിയിലും അതുപോലെ തന്നെ അതിന്റെ സബ് പാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട് നീറ്റായിട്ട് എഴുതി പ്രസന്റ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രിസൈസ് ടാസ്ക് വരികയാണെങ്കിൽ ഒരു 10%, അതായത് നമ്മൾ അതിന് ഒരു 25 മിനിറ്റ് എന്ത് ചെയ്യാം, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അലോട്ട് ചെയ്ത് വെക്കാം. നമ്മളൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ ലോജിക്കൽ സ്കില്ലാണ് അവിടെ നോക്കുന്നത്. അതിന് ഒരു നല്ല ഒരു കൺസൈസ് ആയിട്ടുള്ള സമ്മറിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വേണം, അതുപോലെ തന്നെ ഹെഡിങ്, സബ് ഹെഡിങ് ഇതൊക്കെ കൊടുത്തു വേണം നമ്മൾ എന്ത് ചെയ്യണം, ഇത് അപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടും ബോഡി പാർട്ടും കൺക്ലൂഷനും ഇന്റർപ്രിട്ടേഷനും ഇതൊന്നും ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ തന്നെ ഓരോന്ന് എഴുതുമ്പോഴും അതിന്റെ ഹെഡിങ്, സബ് ഹെഡിങ്സ്, അതുപോലെ തന്നെ പോയിന്റ്സ് ആയിട്ട് എഴുതുന്ന കാര്യങ്ങളാണെങ്കിൽ ബുള്ളറ്റിനൊക്കെ ഇട്ട് കറക്റ്റ് നല്ലൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിങ്ങും അപ്ലിക്കേഷൻ റൈറ്റിംഗും ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെതായ ഫോർമാറ്റിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 hours ആണ് നമുക്കുള്ളത്. അപ്പോൾ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ, ഈ പറഞ്ഞ രീതിയിൽ ടൈം ഒന്ന് ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 hour മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് കണ്ട് മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പാസ്റ്റ് 5 yearsൽ വന്ന ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഓരോരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എത്രമാത്രം ആണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 12 times ആണ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ലെറ്റർ റൈറ്റിംഗ്. 11 times ആണ് അപ്പിയറൻസ് കൗണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൗ ക്യാൻ ദേ ബി റിമൂവ്. അത് 10 times ആണ് അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ്. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് 9 ആണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രിസൈസ് റൈറ്റിംഗ് ആൻഡ് ഡിസ്കസ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് വൈൽ റൈറ്റിംഗ് എ പ്രിസൈസ്. 9 times ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ എ കോൺഫറൻസ് കോൾ ആൻഡ് ഡിസ്ക്രൈബ് ദ നെസസറി പ്രിപ്പറേഷൻസ്. 8 times ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ പബ്ലിക് റിലേഷൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ്. 8 times ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 7 times ആണ് അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബിസിനസ് റിപ്പോർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് എസെൻഷ്യൽസ് ആൻഡ് ഇമ്പോർട്ടൻസ്. 7 times ആണ് അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. ദെൻ 10th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ബിസിനസ് പ്ലാൻ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് കീ എലമെന്റ്സ്. 6 times ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻ. അതായത് പാസ്റ്റ് 5 yearsലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഇതാണ്. അതിന്റെ അപ്പിയറൻസ് കൗണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഒരു ഫ്രീക്വൻസി ആണ്. അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ബ്ലോക്കിൽ എത്രമാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം, എത്രമാത്രമാണ് ഇത് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ 5 yearsൽ ഈ ഓരോരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, എത്രമാത്രമാണ് അതിന്റെ ആവറേജ് മാർക്ക് എന്നുള്ളതുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യനിൽ കമ്മ്യൂണിക്കേഷൻ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതായത് നമ്മൾ കോർ കൺസെപ്റ്റ് ആണ്, അതായത് നമ്മൾ ആ ബ്ലോക്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ കോർ കൺസെപ്റ്റ് ആണ്. 12 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 20 ആണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ലെറ്റർ, അതിലും നമ്മൾ ബിസിനസ് കറസ്പോണ്ടൻസ് എന്നുള്ള ബ്ലോക്കിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 11 times ആണ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ആവറേജ് മാർക്ക് 15 ആണ്. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അതിന്റെയും കോർ കൺസെപ്റ്റ് ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 10 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 20. ദെൻ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, അതിലും മീറ്റിംഗ് എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 9 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. 15 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. ദെൻ പ്രിസൈസ് റൈറ്റിംഗ് ആൻഡ് പ്രോബ്ലംസ്, അതിൽ റൈറ്റിംഗ് സ്കിൽസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 9 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. 10 ആണ് ആവറേജ് മാർക്ക്. ദെൻ കോൺഫറൻസ് കോൾ ആൻഡ് പ്രിപ്പറേഷൻ, അതിൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. 8 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 10 ആണ്. ദെൻ പബ്ലിക് റിലേഷൻസ് ഇൻ ബിസിനസ്, അതിൽ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 8 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 10 ആണ്. ദെൻ ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ ചാനൽസ്, അതിൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ 7 times, അതായത് 7 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. 15 ആണ് ആവറേജ് മാർക്ക്. ദെൻ ബിസിനസ് റിപ്പോർട്ട് ആൻഡ് എസെൻഷ്യൽസിൽ, അതിൽ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 7 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 15 ആണ്.
ദെൻ ബിസിനസ് പ്ലാൻ ആൻഡ് കീ എലമെന്റ്സ്, അതിൽ അപ്ലൈഡ് റൈറ്റിംഗ് അത് 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ആവറേജ് മാർക്ക് 10 ആണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ എക്സാം ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ നോക്കിയ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു 15 to 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു 15 to 18 മിനിറ്റ് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി പഠിക്കും. അതായത് നമുക്കൊരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം എത്ര ടൈം അലോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മളൊരു 15 to 18 മിനിറ്റ് എടുത്ത് ഇതെന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, എഴുതി പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക ആദ്യം. അതായത് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ എഴുതണം, ഒരു ബാരിയേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്തെന്ന് എഴുതണം, ബാരിയേഴ്സ് എഴുതണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോർമൽ ഓർ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്തൊക്കെ എഴുതണം, ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യും, ഇങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കാം. അതുപോലെ തന്നെ ഇതിനൊക്കെ എന്തൊക്കെ ഹെഡിങ് കൊടുക്കണം, എന്തൊക്കെ സബ് ഹെഡിങ് കൊടുക്കണം എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഒന്ന് എഴുതി പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമുക്ക് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിൽ ഒന്ന് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പോയിന്റ്സ് മാത്രം ഒന്ന് ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതി. ആ പോയിന്റ്സ് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് വരും. അപ്പോൾ ഒരു 15 to 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 15 to 18 മിനിറ്റ് എടുത്തുകൊണ്ട് ഒന്ന് എഴുതി നോക്കുക. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് ഇങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കൊടുക്കണം, ബുള്ളറ്റിൻ പോയിന്റിനാണെങ്കിൽ എന്തൊക്കെ ബുള്ളറ്റ് പോയിന്റ് ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് സബ് ഹെഡിങ് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യാം, നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കൺസെപ്ച്വൽ ആൻഡ് അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ഇപ്പം ലൈക്ക് ബാരിയേഴ്സ്, അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ്, ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് എഴുതി തന്നെ പഠിക്കാം. അതായത് കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒരു റീകോൾ ചെയ്യുക. അതായത് നമ്മൾ ഈ ലെറ്റർ റൈറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യുക, അതിന്റെ ഫോർമാറ്റും കാര്യങ്ങൾ എങ്ങനെയാണ് എന്നിങ്ങനെയുള്ളതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. ബാരിയേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കുക. ഇങ്ങനെയുള്ള കൺസെപ്ച്വൽ ആൻഡ് അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒരു സൈക്കിൾ റിവ്യൂ നടത്തുന്നത് പോലെ ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. അതായത് ടോപ്പ് 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടോപ്പ് 10 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി, അതിന്റെ പ്രിഡിക്ഷൻ അനാലിസിസും ആണ്. അതായത് നമ്മുടെ TE ഡിസംബർ 2025 എക്സാമിന് വരാൻ ചാൻസ് ഉള്ള, മേ ബി വരാൻ പോകുന്ന ആ ഒരു ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി, അത് എത്രമാത്രമാണ് അതിന്റെ പ്രിഡിക്ഷൻ എന്നുള്ളതുമാണ് നമ്മൾ നോക്കുന്നത്. ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലെയും ടോപ്പിക്കാണ്, അതിന്റെ പ്രോബബിലിറ്റിയും അതുപോലെ തന്നെ ഹൈ കാറ്റഗറി ആണോ, ലോ കാറ്റഗറി ആണോ, മീഡിയം കാറ്റഗറി ആണോ എന്നുള്ളതുമാണ്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് ബാരിയേഴ്സ്, അതായത് 85% ആണ് പ്രോബബിലിറ്റി വരുന്നത്, ഹൈ കാറ്റഗറിയിലാണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 5 ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 70% ആണ് പ്രോബബിലിറ്റി, ഹൈ കാറ്റഗറിയാണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ലെറ്റർ 80% ആണ് പ്രോബബിലിറ്റി, ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 10 മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് 65% ആണ് പ്രോബബിലിറ്റി, മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 13 പ്രിസൈസ് റൈറ്റിംഗ് 75% ആണ് പ്രോബബിലിറ്റി, ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 11 ബിസിനസ് റിപ്പോർട്ട് 60% ആണ് പ്രോബബിലിറ്റി, മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 18 കോൺഫറൻസ് കോൾസ് ആൻഡ് വിഷ്വൽ എയ്ഡ്സ് 50% ആണ് പ്രോബബിലിറ്റി, മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 19 CV ആൻഡ് ജോബ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ 45% ആണ് പ്രോബബിലിറ്റി, മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 8 പബ്ലിക് റിലേഷൻസ് ആൻഡ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് 55% ആണ് പ്രോബബിലിറ്റി, മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 4 അതായത് യൂണിറ്റ് 1 to 17, അതായത് 14 വരെയുള്ള യൂണിറ്റ് 14 to 17 വരെയുള്ളതിൽ ബിസിനസ് വൊക്കാബുലറി ആൻഡ് ടേംസ് 35% ആണ് പ്രോബബിലിറ്റി ആൻഡ് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് ടയർ 1 ടയർ 2 ആയിട്ട്, അതായത് ടയർ 1 ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസും ടയർ 2 മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻസും ആണ്. അതായത് നമ്മൾ ഇനി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നോക്കേണ്ട ടോപ്പിക്സ് ഏതാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ടയർ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70% ഹൈ പ്രയോറിറ്റി വരുന്ന നമ്മൾ ടോപ്പിക്സ് ഏതാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, രണ്ടാമത്തത് ബാരിയേഴ്സ്, തേർഡ് വൺ ബിസിനസ് ലെറ്റേഴ്സ്, ആൻഡ് ദെൻ ലാസ്റ്റ് പ്രിസൈസ് റൈറ്റിംഗ് ആൻഡ് ചാനൽസ്.
ഇത്രയാണ് നമ്മളിപ്പോൾ ഹൈ പ്രയോറിറ്റി കൊടുത്തു നോക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അതായത് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്സ് ഉണ്ടാക്കുക. അതായത് നമ്മളിപ്പം കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക്, അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിക്കൊണ്ടുള്ള ഒരു നോട്ടും അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ എക്സാമ്പിൾസ്, ഇതൊക്കെ എന്ത് ചെയ്യാം നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ബാരിയേഴ്സ് ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, അതിന്റെ ചാനൽസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വരച്ച് തന്നെ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മളെ തന്നെ പഠിപ്പിക്കുക. ഒന്നും നമ്മളെ തന്നെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അപ്പൊ നമുക്ക് പെട്ടെന്ന് എക്സാം ഹോളിലെത്തിയാൽ നമ്മളെ തന്നെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഒരു ടീച്ച് ബാക്ക് ടെക്നിക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഇനി യൂസ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നത് ടയർ 2 മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 40-69% വരാൻ ചാൻസ് ഉള്ള ഒരു മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് മീറ്റിംഗ്സ്, അതുപോലെ തന്നെ റിപ്പോർട്ട്സ്, ദെൻ കോൺഫറൻസ് കോൾസ്, ദെൻ CV ഓർ ഇന്റർവ്യൂ, ദെൻ PR ആൻഡ് പോസ്റ്റൽ സർവീസസ്. അപ്പം ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യുക ഒരു മീഡിയം പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുറച്ചും കൂടി നല്ലപോലെ ഫോക്കസ് ചെയ്യാം. ഇതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു 12-15 മിനിറ്റിനുള്ളിൽ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ CVൻ്റെതായാലും മീറ്റിംഗ്സ് നോട്ടീസ് ആയാലും അതിന്റെ റിപ്പോർട്ട് ആയാലും അതിന്റെ സാമ്പിൾ ടെംപ്ലേറ്റ് എന്ത് ചെയ്യുക നമ്മൾ റിവ്യൂ ചെയ്ത് വെക്കുക. ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുക സ്ട്രെസ് ഓൺ ചെയ്ത് നമ്മൾ ആ ഒരു ഔട്ട്ലെറ്റ് എങ്ങനെയാണെന്നുള്ളത്, അതായത് അതിന്റെ ഒരു ടെംപ്ലേറ്റ് എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് നോക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ അതിന്റെ വെക്കാബുലറിയും അതുപോലെ തന്നെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയിട്ട് ഒരു 12-15 മിനിറ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഈ മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമ്മളുടെ ടയർ 3 വരുന്നത് ലോ പ്രയോറിറ്റിയിലാണ്. അതായത് <40% ആണ് ലോ പ്രയോറിറ്റി വരുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് ബിസിനസ് ടേംസ് ആൻഡ് വൊക്കാബുലറി ലിസ്റ്റ് ആണ്. ഇതും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒന്ന് റീകോൾ ചെയ്യുക. അതായത് ഓരോ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു റിവിഷൻ പോലെ, അതായത് നമ്മൾ എന്ത് ചെയ്യാം മെയിൻ ആയിട്ട് വരുന്ന ഈ വൊക്കാബുലറി ഏതൊക്കെയാണെന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം നമ്മൾ പഠിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നോക്കുവാണെങ്കിൽ 70% ഓഫ് മാർക്കിന് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെന്റൽസ്, അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ്, പ്രിസൈസ് ഓർ റിപ്പോർട്ട് സ്കില്ല്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്സ്. അതായത് ഈ 3-4 ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണ്, പക്ഷെ ഒന്നും കൂടി ഒരു 70% നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒന്നും കൂടി ഒന്ന് സ്ട്രെസ് ഓൺ ചെയ്ത് പഠിക്കുക. നമ്മൾ എന്ത് ചെയ്യുക കുറേ സമയം ഒന്ന് റിഹേഴ്സൽ നടത്തിക്കൊണ്ട്, നമ്മൾ പറയില്ല റിഹേഴ്സൽ നടത്തുക എന്നുള്ളത് പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് തവണ ഈ ലെറ്റർ റൈറ്റിംഗിന്റെ ഒക്കെ ഫോർമാറ്റൊക്കെ നല്ല പോലെ നമ്മൾ നോക്കി വെക്കുക. അതിന്റെ ഔട്ട്ലൈനും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പോയിന്റ്സ് എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് സെഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ December 2025 എക്സാമിന്. അപ്പം ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ തന്നെ ലേൺവൈസിന്റെ ആപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഇതിന്റെ ആൻസേഴ്സ് ലേൺവൈസിന്റെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. അതായത് BCOLA 138 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 3 hours ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. മാക്സിമം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നുണ്ട് ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വിത്ത് എ നീറ്റ് ഫ്ലോ ഓഫ് സ്റ്റേജസ് ആൻഡ് ഐഡന്റിഫൈ ദ മേജർ ബാരിയേഴ്സ് ഇൻ വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സജസ്റ്റ് പ്രാക്ടിക്കൽ മെഷേഴ്സ് ടു ഓവർകം ദം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം നമ്മുടെ ലോജിക്കൽ സ്കില്ല് നമ്മളിവിടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് ആണ് ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ പാർട്ട് വന്നിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഡിഫറൻസിയേഷൻ ഒക്കെ വരുന്ന സമയത്ത് ആദ്യം വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ള ഒരു ചെറിയ രീതിയിൽ ഒരു ഇൻട്രോ കൊടുക്കുക. ഇൻട്രോ കൊടുത്തതിന് ശേഷം അത് ഡിഫറൻസിയേഷൻ കാണിക്കുക. ഡിഫറൻസിയേഷൻ കാണിച്ചതിന് ശേഷം എന്ത് ചെയ്യാം അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് ചെറിയ ഒരു 2-3 ലൈനിൽ ഒരു കൺക്ലൂഷനും കൂടി കൊടുത്ത് നമ്മൾ ആ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത്രയും നീറ്റായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാം. ദെൻ അതിന്റെ ബി പാർട്ട് വരുന്നത് എക്സ്പ്ലെയിൻ ഹൗ ബോഡി ലാംഗ്വേജ് ആൻഡ് പാരാ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് മീനിങ് ഇൻ പ്രൊഫഷണൽ സെറ്റിംഗ്സ്. അപ്പം ഇതും നമ്മൾ എന്ത് ചെയ്യാം അത്രയും നല്ല രീതിയിൽ എന്തൊക്കെയാണ് ബോഡി ലാംഗ്വേജും പാരാ ലാംഗ്വേജും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് ഇൻ പ്രൊഫഷണൽ സെറ്റിംഗ്സിൽ അതും കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതാം. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Then third question വരുന്നത് compare formal and informal communication channels in an organization and discuss the factors that guide the selection of an appropriate channel in different situation.
അപ്പം ഇതും എന്ത് ചെയ്യാം, ആദ്യം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻഫോർമൽ ചാനൽസ് എന്താണ്, ഒരു ഓർഗനൈസേഷനിലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ചാനൽസ്, നമ്മൾ ഒരുപാട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ചാനൽസ് ഇപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എഴുതുക, അതുപോലെ തന്നെ അതിന്റെ കമ്പാരിസൺ കൊടുക്കുക. അതിനുശേഷം ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചാനൽ ഏതാണ്, ഒരു ഓർഗനൈസേഷന്റെ ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതും കൂടി സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് എ പാർട്ട്, draft a letter of complaint to a supplier regarding delivery of defective goods and delay in replacement, requesting immediate corrective action. ഇതും നമുക്കൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ആ ഫോർമാറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അത് പ്രിപ്പയർ ചെയ്യാം. ബി പാർട്ട് വന്നിട്ട് ഡ്രാഫ്റ്റ് എ ലെറ്റർ ഓഫ് എൻക്വയറി ടു എ പബ്ലിഷർ റിക്വസ്റ്റിംഗ് ദ ലേറ്റസ്റ്റ് കാറ്റലോഗ് ആൻഡ് ഡിസ്കൗണ്ട് ടേംസ് ഫോർ ബൾക്ക് പർച്ചേസ് ഫോർ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Then fifth question വന്നിരിക്കുന്നത് എ പാർട്ടില് ഡിഫൈൻ എ മീറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. ആദ്യം ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം എസെൻഷ്യൽ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക. അതിനുശേഷം ഓരോന്നും എന്ത് ചെയ്യാം, എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട് വന്നിട്ട് ആസ് എ കമ്പനി സെക്രട്ടറി ഡ്രാഫ്റ്റ് എ നോട്ടീസ് ആൻഡ് അജണ്ട ഫോർ എ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് ആൻഡ് ടു റിവ്യൂ സർവീസ് ക്വാളിറ്റി ആൻഡ് കസ്റ്റമർ കംപ്ലൈൻസ്. അതാണ് ബി പാർട്ട്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിക്സ്ത് ക്വസ്റ്റ്യനിൽ എ പാർട്ട് വരുന്നത് ഡിഫൈൻ എ ബിസിനസ് റിപ്പോർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽസ് ഓഫ് ആൻ എഫക്റ്റീവ് റിപ്പോർട്ട്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ബി പാർട്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇംപ്രൂവിംഗ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് യൂസിംഗ് ഡിജിറ്റൽ ടൂൾസ് ആൻഡ് ക്ലിയർ റിപ്പോർട്ടിംഗ് ലൈൻസ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സ്പ്ലെയിൻ ദ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് എ ഗുഡ് പ്രിസസ് ആൻഡ് പ്രിപ്പയർ എ പ്രിസസ് അബൌട്ട് 1/3 ലെങ്ത് ആൻഡ് വിത്ത് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ് ബിലോ. ഇപ്പൊ പാസേജ് താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്യൂട്ടബിൾ ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ പാസേജ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. പാസേജ് എന്ന് പറയുന്നത് ഇൻ മെനി ഓർഗനൈസേഷൻസ് റിമോട്ട് വർക്ക് ഹാസ് ഇൻക്രീസ് ദ നീഡ് ഫോർ ക്ലിയർ ആൻഡ് ടൈംലി കമ്മ്യൂണിക്കേഷൻ. ടീംസ് ഓഫൺ റിലേ ഓൺ ഇമെയിൽസ്, മെസ്സേജിംഗ് പ്ലാറ്റ്ഫോംസ് ആൻഡ് വീഡിയോ മീറ്റിംഗ് ടു കോർഡിനേറ്റ് ടാസ്ക്. However, misunderstanding arise when messages are unclear, responses are delayed, or responsibilities are not properly assigned. Effective communication in such environment requires concise writing and agreed timelines and confirmation of key decisions and respectful listening during meetings. Managers can improve outcomes by setting communication rules, using appropriate tools for different tasks and ensuring feedback flow in both directions. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാസേജ്. അപ്പൊ ഇത് വായിച്ചുകൊണ്ട് വേണം നമ്മൾ ആ പ്രിസൈസ് റൈറ്റിംഗിൽ കറക്റ്റ് സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് എ മുതൽ ഇ വരെയാണുള്ളത്. അതും അതായത് നമുക്ക് തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസിന് 4 മാർക്ക് വെച്ചിട്ടാണ്, അതായത് 20 ആണ് ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പം അതിൽ എ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് നോട്ടാണ് പറയുന്നത്. എനി 4 ഓഫ് ദ ഫോളോയിങ് എന്നാണ് പറയുന്നത്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും 4 എനി ഷോർട്ട് നോട്ട് എനി 4 ഓഫ് ദ ഫോളോയിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, 4 ഓഫ് ദ ഫോളോയിങ് ആണ്, 5 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 4 എണ്ണത്തിന് 5 മാർക്ക് വെച്ച് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ പാർട്ട് എന്ന് പറയുന്നത് വിഷ്വൽ എയ്ഡ്സ് യൂസ്ഡ് ഇൻ ബിസിനസ് പ്രസന്റേഷൻസ്. ആൻഡ് ബി പാർട്ടിൽ വന്നിരിക്കുന്നത് കോൺഫറൻസ് കോൾ പ്ലാനിംഗ് ആൻഡ് പ്രിപ്പറേഷൻ. ആൻഡ് സി പാർട്ട് വന്നിരിക്കുന്നത് പബ്ലിക് റിലേഷൻ ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ആൻഡ് ഡി പാർട്ട് കീ ഫീച്ചേഴ്സ് ഓഫ് പോസ്റ്റൽ ഫിനാൻഷ്യൽ സർവീസ് ഫോർ കസ്റ്റമർ. ആൻഡ് ഇ പാർട്ട് പ്രിപ്പയറിംഗ് എ കരിക്കുലം വിറ്റേ ഓർ CV ഫോർ എ പ്രൊഫഷണൽ ജോബ് അപ്ലിക്കേഷൻ. ഒരു CV ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രൊഫഷണൽ ജോബ് അപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ചിട്ട് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ വരെയുള്ള പാർട്ടിൽ നമുക്കറിയുന്ന ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഈ 8 ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അപ്പിയർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എന്ത് ചെയ്യാം, നമ്മളൊന്ന് നോക്കി വെച്ചതിന് ശേഷം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. അതിന്റെ ഹെഡിങ്, സബ് ഹെഡിങ്, അതിൽ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ പാനിക് ആവരുത്. നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, 1 or 2 തവണ വായിക്കുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആവാൻ വരുന്നത്, അല്ലെങ്കിൽ ഇതിലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 1 or 2 തവണ വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ, ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ലെറ്റർ റൈറ്റിംഗും അപ്ലിക്കേഷൻ ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും വരച്ചുകൊണ്ട് തന്നെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മെയിൻലി ഹൈ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി ഒന്നും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവൈസ് ചെയ്യാം. നമുക്ക് ഇനി വേണ്ടത് ഒരു പഠിത്തമല്ല, ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ എക്സാം
എഴുതാം. നമ്മൾ പഠിച്ചതിൽ കൂടുതലായിട്ട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത് അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കുക. അപ്പം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും നല്ലപോലെ എക്സാം എഴുതാം. എനിവേ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.